ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മുടെ സെക്ഷൻ കൺട്രോളിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 14 വരെയാണ്. അപ്പോൾ ഓൾറെഡി അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് മാറ്റി വെക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ OTR ചെയ്യേണ്ട വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണുക. ആദ്യം നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുക, അതിനുശേഷം ഈ വീഡിയോ നോക്കുക, ഈ വീഡിയോ കാണാൻ അപ്ലൈ ചെയ്യാം. ക്ലിയർ? അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ rrbapply.gov.in rrbapply.gov.in എന്ന് ടൈപ്പ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ എന്താ, ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ നോക്കിയാൽ സെക്ഷൻ കൺട്രോളർ. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആദ്യം OTR നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ആദ്യം RRBയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു എക്സാം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതാണ് നമ്മളെ വൺ ടൈം രജിസ്ട്രേഷൻ, OTR. അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാം, എന്നിട്ട് OTR കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ ഈ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ, അപ്ലൈ കൊടുത്താൽ മതി. അപ്ലൈ കൊടുക്കുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു സ്ക്രീൻ വരും. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ വിത്ത് ആധാർ കൊടുക്കാം, അല്ലെങ്കിൽ ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ. നമ്മുടെ RRB അക്കൗണ്ടിൽ നമ്മൾ OTR ചെയ്തില്ലേ, അതിലെ നമ്മൾ എന്താ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അത് ചെയ്യാം. അതായത് മൊബൈൽ നമ്പർ കൊടുക്കാം, പാസ്വേഡ് കൊടുക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ പാസ്വേഡ് ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ലോഗിൻ വിത്ത് ആധാർ കൊടുക്കാം. ലോഗിൻ വിത്ത് ആധാർ കൊടുത്താൽ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കാം. നമ്മൾ ഏതാണ് ആധാർ നമ്പറിലേക്ക്, അതായത് ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലെ അത് നമ്മൾ കൊടുക്കുക. ഓക്കെ, അത് കൊടുത്താൽ ഓക്കെ, ആ നമ്പർ കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജനറേറ്റ് ആധാർ OTP കൊടുക്കാം. ജനറേറ്റ് ആധാർ OTP. ഓക്കെ, സോ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. അപ്പോൾ ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലിയർ? എന്നിട്ട് ഐ ആം നോട്ട് എ റോബോട്ട്. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യാം. ക്ലിയർ? അപ്പൊ നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടെ നമ്മളെ അക്കൗണ്ട് വെരിഫൈഡ് വിത്ത് ആധാർ ആണ്. ഇനി ഇവിടെ പറയുന്നതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം നോക്കിയാൽ 13 റീജിയണൽ ലാംഗ്വേജിലും പിന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമുക്ക് എക്സാം എഴുതാം എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതാണ്, ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, അവിടെ നമ്മളെ മലയാളം ഉണ്ട്, കൊങ്ങിണി ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 13 റീജിയണൽ ലാംഗ്വേജിലും പിന്നെ ഹിന്ദി, ഇംഗ്ലീഷ്, ഇത്രയും ലാംഗ്വേജിൽ നമുക്ക് എക്സാം എഴുതാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യാം, ഓൺലൈൻ അപ്ലിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്യാം. ഓൺലൈൻ അപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ പോയാൽ നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് 15/9 സെപ്റ്റംബർ 15 പറഞ്ഞിട്ടുണ്ട്. ക്ലോസിംഗ് ഡേറ്റ് 14 ഒക്ടോബർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്നിട്ട് സെലക്ട് RRB ഫോർ വിച്ച് യു വിഷ് ടു അപ്ലൈ. നമ്മൾ ഏത് RRBയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ RRB നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, പിന്നെ ഏറ്റവും താഴെ നോക്കിയാൽ തിരുവനന്തപുരം ഉണ്ട്. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ തിരുവനന്തപുരം നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഐ ആം നോട്ട് കറന്റ്ലി ഡിബാർഡ് ബൈ എനി RRB അല്ലെങ്കിൽ RRC. RRB ഡിബാർ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ കൺഫേം ചെയ്യാം. ഓക്കെ, I hereby confirm that I have carefully read, understand ഈ നോട്ടീസ്, സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്മൾ കെയർഫുള്ളി റീഡ് ചെയ്തു. എന്നിട്ട് അത് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഏത് RRBയിലാണ് സെലക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പോൾ തിരുവനന്തപുരം ഇപ്പൊ കൊടുത്തിട്ടുണ്ട്, അത് പിന്നെ മാറ്റാൻ പറ്റില്ല. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തു. ഇനി അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ OTRൽ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ നോക്കിയാൽ കൺട്രി നമ്മൾ കൊടുത്തിട്ടുണ്ട്, കഴിഞ്ഞാൽ നമ്മൾ OTRൽ കൊടുത്തതാണ്. അതുപോലെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏജ് വരും
പിന്നെന്താണ് അടുത്തത് നമ്മൾ എന്താ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. അവിടെ എന്താ നമ്മൾ മാരീഡ് ആണോ അല്ലയോ, പിന്നെന്താ നമ്മൾ റിലീജിയൻ കൊടുക്കണം. റിലീജിയൻ ഏതാ അത് കൊടുക്കുക. പിന്നെ മദർ ടങ് കൊടുക്കുക. മദർ ടങ് കൊടുക്കണം, മലയാളം കൊടുക്കുക. ക്ലിയർ? അതിനുശേഷം ചോയ്സ് ഓഫ് എക്സാമിനേഷൻ, അതായത് എക്സാം ഏത് ലാംഗ്വേജിലാണ് എഴുതുന്നതെന്ന് കൊടുക്കുക. ചോയ്സ് ഓഫ് എക്സാമിനേഷൻ, ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഫോർ എക്സാമിനേഷൻ, അതായത് എന്താ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ എക്സാം എഴുതുന്നതെന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ എന്താ ഞാൻ നേരത്തെ പറഞ്ഞ 15 ലാംഗ്വേജ് ഉണ്ടാവും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മലയാളം കൊടുക്കാം. ഇനിയോ ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കാം. അപ്പൊ ഇംഗ്ലീഷ് കൊടുത്താൽ ഇംഗ്ലീഷിൽ മാത്രമേ ക്വസ്റ്റ്യൻ കാണാൻ പറ്റൂ. അതല്ല ഇനി മലയാളം കൊടുത്താൽ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം മലയാളത്തിൽ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് മുകളിലൊരു ഓപ്ഷൻ ഉണ്ടാവും ലാംഗ്വേജ് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ മലയാളത്തിൽ നിങ്ങൾ വായിച്ചു, അത് നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മലയാളത്തിൽ സെലക്ട് ചെയ്താൽ രണ്ട് ലാംഗ്വേജ് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ സെലക്ട് ചെയ്താൽ എന്താ ഇംഗ്ലീഷ് മാത്രമേ കാണാൻ പറ്റൂ. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ നമ്മുടെ പെർമനന്റ് എന്താ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കാം. നമ്മളെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് 2 ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ട്. ആ 2 ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് എന്താ എവിടെയാണ് ഒരു മോൾ ഉണ്ട് അത് കൊടുക്കുക. അപ്പോൾ ആ 2 ഐഡന്റിഫിക്കേഷൻ 2 മാർക്ക് വേണം, ആ 2 കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് കൊടുക്കാം. കമ്മ്യൂണിറ്റി ഏതാ, UR ആണെങ്കിൽ അത് കൊടുക്കുക. ഇനി അതല്ല SC ആണെങ്കിൽ അത് കൊടുക്കുക. അപ്പൊ എന്താ ഓൺലി ദോസ് കമ്മ്യൂണിറ്റി വിച്ച് ആർ റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആസ് SC ST ആൻഡ് OBC ആർ എലിജിബിൾ ഫോർ റിസർവേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ് ചെയ്ത SC ST OBC മാത്രമാണ് ഇതിന് എലിജിബിൾ ആയിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പൊ അതവിടെ കൊടുക്കുക. അപ്പൊ നിങ്ങൾ UR ആണെങ്കിൽ അത് കൊടുക്കുക. ഇനി എന്താ SC ആണെങ്കിൽ അത് കൊടുക്കുക. അപ്പൊ SC കൊടുത്താൽ ഇവിടെ എന്താ SC കൊടുത്താൽ നെയിം ഓഫ് കാസ്റ്റ് കൊടുക്കണം. അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ അതോറിറ്റി, ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ ഇവിടെ നോക്കിയാൽ എന്താ ഏത് അതോറിറ്റിയാണ്, താലൂക്ക് മജിസ്ട്രേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആരാണ് ഇഷ്യൂ ചെയ്തത്, കളക്ടർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. ക്ലിയർ? അപ്പൊ ഇവിടെ കാര്യങ്ങൾ കൊടുക്കുക. അതല്ല നിങ്ങൾ UR ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അത് കൊടുക്കുക. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അടുത്ത് നമ്മൾ പ്രസന്റ് അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. ക്ലിയർ? അപ്പൊ ഇവിടെ ഉള്ളതിൽ നമ്മൾ സ്റ്റേറ്റ് കൊടുക്കുക, ഡിസ്ട്രിക്ട് കൊടുക്കുക, അങ്ങനെ പ്രസന്റ് അഡ്രസ് കൊടുക്കുക. ഇതിൽ ഓരോന്നിലും നമ്മൾ പ്രസന്റ് അഡ്രസ് കൊടുക്കുക. എന്നിട്ട് ഈ ബോക്സ് ടിക്ക് ചെയ്താൽ നമ്മുടെ പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും സെയിം ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഈ ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്താൽ നമ്മുടെ 2 അഡ്രസ്സും സെയിം ആണെന്ന് കൊടുക്കാം. അപ്പോൾ ഈ ബോക്സിൽ ടിക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രസന്റും പെർമനന്റും അഡ്രസ്സ് സെയിം ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇനി എന്താ ചെയ്യാം, ഇനി സേവ് എന്ന് കൊടുക്കാം. സേവ് ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ സേവ് ആയി. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. ക്ലിയർ? അപ്പൊ ഇവിടെ കൊടുക്കുന്നത് എന്താണ്, ആർ യു ആൻ എക്സ് സർവീസ്മാൻ ആണോ, അപ്പൊ നമ്മൾ അല്ലെങ്കിൽ നോന്ന് കൊടുക്കുക, ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക. ഇനി ആർ യു എ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആളാണോ, ആണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുക. എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് EBS ആണോ, അപ്പോൾ എസ് കൊടുത്താൽ നമുക്കിതാ ഇത്രയും കാര്യങ്ങൾ വരും. എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് കാൻഡിഡേറ്റ് ആർ ദോസ് ഹു ആനുവലി ഇൻകം എത്രയാണ്, ലെസ് ദാൻ 50,000 ആണ്, ഓർ ഹോൾഡർ BPL കാർഡ്. അപ്പോൾ നമ്മുടെ ആരാണ് എന്താ EBS എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലായെങ്കിൽ, അതായത് നിങ്ങൾ EBS ആണെങ്കിൽ EBS കൊടുക്കുക, EBS സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, അത്രയും കാര്യങ്ങൾ കൊടുക്കുക. അപ്പൊ അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക, എന്താ നോ എന്ന് കൊടുക്കുക. ക്ലിയർ? ഇനി ആർ യു എംപ്ലോയി ഓഫ് റെയിൽവേ, അതായത് റെയിൽവേ എംപ്ലോയി ആണോ, അല്ലെങ്കിൽ നിങ്ങൾ നോ എന്ന് കൊടുക്കുക. ഇനി അടുത്ത് ചോദിക്കുന്നത് നെയിം ഓഫ് കറണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ, നമ്മളിപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമാണ് ഇതുള്ളത്. അതായത് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ്, PSU. അപ്പോൾ അതില്ലാത്തവർ, അതായത് ഗവൺമെന്റ് ജോബിൽ ഇല്ലാത്തവർ എന്താ നോട്ട് അപ്ലിക്കബിൾ എന്ന് സെലക്ട് ചെയ്യാം. ക്ലിയർ? അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത് ബാങ്ക് ഡീറ്റെയിൽസ് ഫോർ റീഫണ്ട് ഓഫ് ഫീ. അപ്പോൾ എന്താ നമ്മുടെ 500 രൂപയാണ് നമ്മുടെ എക്സാമിനേഷൻ ഫീ. URനൊക്കെ 500 രൂപയാണ് ഫീ. അപ്പൊ അത് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് 400 രൂപ തിരിച്ചു കിട്ടും. അത് ഏത് അക്കൗണ്ടിലേക്കാണ് വരേണ്ടത്, ആ അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുക്കുക, ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മളെ കഴിഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോന്റെ അടിയിൽ ഒരാൾ ചോദിച്ചു, നമ്മുടെ അക്ഷയ സെന്റർ വഴി അപ്ലൈ ചെയ്താൽ അവരുടെ അക്കൗണ്ടിൽ നിന്നാണല്ലോ പോകുന്നത്, അപ്പോൾ നമ്മുടെ റീഫണ്ട് അടിക്കുന്നത് അവരുടെ കയ്യിൽ തന്നെ കിട്ടുമോ, നമുക്ക് കിട്ടില്ലേ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ എന്താ റീഫണ്ട് ചെയ്യേണ്ട അക്കൗണ്ടിന്റെ നമ്പർ കൊടുക്കുക. അക്ഷയ സെന്ററിൽ നിന്ന് ചെയ്താൽ നമ്മൾ റീഫണ്ട് ചെയ്യേണ്ട അക്കൗണ്ടിന്റെ നമ്പർ ഇവിടെ കൊടുക്കുക. ഏതാണ് നമ്മളുടെ ഡീറ്റെയിൽസ് അത് കൊടുക്കുക. ആ അക്കൗണ്ടിലേക്കായിരിക്കും നമ്മുടെ
റീഫണ്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മളെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ സേവ് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ ഈ ഡീറ്റെയിൽസും സേവ് ആയി. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. ക്ലിയർ? നെക്സ്റ്റ് കൊടുക്കാം. ഇനി ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഓരോന്നായി നിങ്ങൾ ആഡ് ചെയ്യാം. അടുത്ത ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതായത് നമുക്ക് ഈ എക്സാമിന് ഡിഗ്രി വേണം, അപ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മളെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത ശേഷം നമ്മളിവിടെ ആഡ് ക്ലിക്ക് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ആ ഡീറ്റെയിൽസ് നമ്മുടെ ഡിഗ്രീൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അടുത്ത് നമ്മുടെ ഇമേജ്, നമ്മുടെ ഫോട്ടോയും അതുപോലെ സൈനും അപ്ലോഡ് ചെയ്യണം. പക്ഷെ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ ലൈവായിട്ട് എടുക്കണം. നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതല്ല, നമ്മൾ ലൈവായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം. അതുപോലെ നമ്മുടെ സൈൻ എന്ന് പറയുന്നത് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ക്യാപ്ചർ ചെയ്യാൻ എന്താ നോക്കിയാൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ക്യാപ്ചർ ലൈവ് ഇമേജ്, അതായത് നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ക്യാമറ ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിലേക്ക്, അതായത് ഡിവൈസ് സ്വിച്ച് ചെയ്തിട്ട് മൊബൈലിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ അത് നോക്കിയാൽ ക്യാപ്ചർ ലൈവ് ഇമേജ് ഫ്രം മൊബൈൽ, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇതുപോലുള്ള ഒരു QR കിട്ടും. ആ QR നിങ്ങൾ ഫോൺ എടുക്കുക, എന്നിട്ട് QR സ്കാൻ ചെയ്യാം. ആ QR സ്കാൻ ചെയ്താൽ എന്നിട്ട് ഇതുപോലുള്ളൊരു ലിങ്ക് കിട്ടും. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. ക്ലിയർ? ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത പോലെ തന്നെ നമ്മൾ ആധാറൊക്കെ വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുക, ലോഗിൻ ചെയ്യുക. സോ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ജനറേറ്റ് ആധാർ OTP, നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പാണ്. ഓക്കെ, OTP ജനറേറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് OTP വന്നിട്ടുണ്ട്. അതിനുശേഷം ലോഗിൻ ചെയ്യാം. ഇപ്പൊ നമുക്കിവിടെ ക്യാപ്ചർ ലൈവ് ഇമേജ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റിൽ 3 പ്രാവശ്യം മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കറക്റ്റ് ഫോട്ടോ ആകുമ്പോൾ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ യെസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സൈൻ അപ്ലോഡ് ചെയ്യാനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, സൈൻ കറക്റ്റ് ഒരു പേപ്പറിൽ ഇട്ടിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കുക കറക്റ്റ് സൈസിൽ. അതിനുശേഷം ഇവിടെ ബ്രൗസ് ചെയ്യുക, അതായത് നിങ്ങൾ എവിടെയാണ് സേവ് ചെയ്തിട്ടുള്ളത് അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സൈൻ വരും. അത് നിങ്ങൾ കറക്റ്റ് ബോക്സിൻ്റെ അകത്ത് കറക്റ്റ് വെക്കുക. ക്ലിയർ? എന്നിട്ട് ഈ ടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ കാണുന്ന ഈ ഡിക്ലറേഷൻ ബോക്സിൽ ടിക്ക് ചെയ്യുക, എന്നിട്ട് സേവ് കൊടുക്കുക. സോ നമ്മുടെ ഫോട്ടോയും വന്നിട്ടുണ്ട്, നമ്മുടെ സൈനും വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോ ഫോണിൽ എടുക്കുമ്പോൾ ലാപ്പിൽ ആ ടൈമിൽ തന്നെ വരണമെന്നില്ല. നമ്മളിവിടെ ഡിക്ലറേഷൻ ബോക്സിൽ ടിക്ക് ചെയ്തിട്ട് സേവ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫോണിൽ നിന്ന് എടുത്ത ഫോട്ടോ നമ്മുടെ സ്ക്രീനിൽ കാണും. ക്ലിയർ? അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തു, സൈൻ അപ്ലോഡ് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ പോസ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് മാത്രമേ ഉള്ളൂ, സെക്ഷൻ കൺട്രോളർ. അപ്പോൾ അതിൻ്റെ ഇവിടെയുള്ള ഈ പ്ലസ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ ബോക്സ് ആ പോസ്റ്റ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഓർഡർ ഓഫ് പ്രിഫറൻസ് ഓഫ് എലിജിബിൾ പോസ്റ്റിലേക്ക് സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ടിക്ക് എന്നുള്ള ഇതിൽ നമ്മൾ ആ ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? ഇനി ഐ ആം നോട്ട് കറന്റ്ലി ഡിബാർഡ്. അപ്പോൾ ഈ ബോക്സ് ഒക്കെ സൈൻ ചെയ്ത് കൊടുക്കുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഓൾറെഡി ടിക്ക് ചെയ്തു. ഇനി ഐ ഹിയർ ബൈ ഡിക്ലെയർ, നമ്മൾ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ പ്ലേസും ക്ലിക്ക് ചെയ്യാം. ക്ലിയർ? ഇനി സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രിവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കാം. പ്രിവ്യൂ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മളെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്ത കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അത്രയും കാര്യങ്ങൾ നോക്കുക, അതായത് വെരിഫൈ ചെയ്യുക. ഇതൊക്കെ നമ്മൾ തന്നെയാണ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. സോ നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുക, ഐ ഹാവ് റീചെക്ക് ദ എബോ ഡീറ്റെയിൽസ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. അപ്പോൾ അവിടെ ടിക്ക് ചെയ്യുക. നമ്മൾ ഒന്നുകൂടെ റീചെക്ക് ചെയ്തെന്ന് ഉള്ള ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. ക്ലിയർ? ആപ്ലിക്കേഷൻ വിൽ നോട്ട് ബി ഏബിൾ ടു മേക്ക് എനി കറക്ഷൻ ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ. സോ സബ്മിറ്റ് ചെയ്യാമല്ലോ, നമുക്ക് സബ്മിറ്റ് ചെയ്യാം.
ക്ലിയർ? അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പേ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കാം എങ്ങനെ പേ ചെയ്യാമെന്ന്. അപ്പോൾ പേ വിത്ത് SBI ദാ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷന് നമ്മൾ ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. സോ പേയ്മെന്റ് വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ദാ ഇവിടെ UPI സെലക്ട് ചെയ്യാം. UPI സെലക്ട് ചെയ്തിട്ട് എന്താ UPI QR സ്കാൻ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ എന്താ പേ നൗ കൊടുക്കുക. സോ QR വരും. അപ്പോൾ അത് നമ്മൾ സ്കാൻ ചെയ്യുക. 500 രൂപയാണ് പോകുന്നത്. അപ്പോൾ 500 രൂപ നമ്മൾ പേയ്മെന്റ് ചെയ്യണം. സോ നമ്മുടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം എന്താ ഇങ്ങനെ ഒരു സ്ലിപ്പ് വരും, പേയ്മെന്റ് റെസിപ്റ്റ് ഡീറ്റെയിൽസ്. അതായത് നമ്മളെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള പേയ്മെന്റ് റെസിപ്റ്റ് വരും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രിന്റ് കൊടുത്താൽ നമുക്ക് പേയ്മെന്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്ത് വെക്കാം. ഓക്കെ, പ്രിന്റ് ചെയ്ത് വെക്കാം. ക്ലിയർ? അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, ലാസ്റ്റ് ഡേറ്റിലേക്ക് മാറ്റി വെക്കരുത്. ഓക്കെ.